ആദരണീയനായ ഈ മീറ്റിംഗിന്റെ അധ്യക്ഷൻ നമ്മളുടെ സൈറ്റിന്റെ കൂട്ടായ്മയുടെ ശില്പി കൂടിയായ ശ്രീ രതീഷ് ഈ സുഹൃത്ത് സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന മുൻ മന്ത്രിയും അമ്പലപ്പുഴ MLA ശ്രീ ജി സുധാകരൻ അവർ, ഈ കൂട്ടായ്മയുടെ വിവിധ ഘടകങ്ങളുടെ ലീഡർമാർ, ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ആന്റണി ചേട്ടന്റെ കൂട്ടുകാർ, ബന്ധുക്കൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് sugar.com എന്ന പേരിൽ വളരെ ചെറിയ ഒരു കൂട്ടായ്മയായി ആരംഭിച്ച നമ്മളുടെ ഈ കൂട്ടായ്മ ഇന്ന് ഏകദേശം 50,000-ലധികം അംഗങ്ങളുള്ള മലയാളത്തിലെ ഏറ്റവും സജീവവും ഏറ്റവും പ്രമുഖവുമായ കൂട്ടായ്മയായി മാറിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലുമെല്ലാം നമ്മളുടെ കൂട്ടായ്മയുടെ ഘടകങ്ങളുണ്ട്. വിവിധ സംഗമങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുമൊക്കെ നമ്മൾ ഈ കാലയളവിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുമുണ്ട്. നിങ്ങൾക്കറിയാവുന്നതാണ്, മുല്ലപ്പെരിയാർ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളുടെ ഒരു സംഘം അവിടെ പോവുകയും അവിടെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലൊരു വ്യത്യസ്തമായ സമര പരിപാടികൾ നമ്മളവിടെ ആവിഷ്കരിക്കുകയും ചെയ്തതാണ്. കൂടാതെ വിദ്യാഭ്യാസ ധനസഹായം, ചികിത്സാ ധനസഹായം, അങ്ങനെ സാധാരണ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും വ്യത്യസ്തമായി സാമൂഹ്യക്ഷേമപരമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാവുന്ന പോലെ നമ്മളിൽ തന്നെ വിവിധ രാഷ്ട്രീയ നിലപാടുകളുള്ളവരുണ്ട്. വ്യത്യസ്ത മതത്തിലും രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്, വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും മുതൽ സാധാരണ കൂലിപ്പണിക്കാർ വരെ നമ്മളുടെ ഈ കൂട്ടായ്മയിലുണ്ട്. ഇവരിൽ നിന്നെല്ലാം ഉള്ളൊരു കൂട്ടായ്മ നമ്മളുടെ കേവലമായ സൗഹൃദങ്ങൾക്കപ്പുറം ആ സൗഹൃദത്തെ സാമൂഹ്യ നന്മയിലേക്ക് എത്തിക്കുന്ന തരത്തിൽ, ഒപ്പം സമൂഹത്തിൽ കാണുന്ന അഴിമതിക്കും അനീതിക്കുമെതിരെ ഏറ്റവും ശക്തമായ രീതിയിൽ പോരാടുന്ന ഒരു കൂട്ടമായി നമ്മൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയുടെ ഈ ഒരു സമ്മേളനം നമ്മളുടെ ആലപ്പുഴ ജില്ലയിലെ നമ്മളുടെ കൂട്ടത്തിലുള്ള ആന്റണി ചേട്ടന് സുഹൃത്തിന്റെ അംഗങ്ങൾ സമാഹരിച്ച ഒരു ചെറിയ ധനസഹായത്തിന്റെ ഒരു വിതരണവും, ഒപ്പം അദ്ദേഹത്തിന് കൊല്ലം യൂണിറ്റ് സമ്മാനിക്കുന്ന ഒരു റബ്ബർ സീൽ നിർമ്മാണ യൂണിറ്റും നമ്മളിവിടെ കൈമാറുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മളുടെ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തെ ഒരു ജോലി, സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ DTP, ഫോട്ടോഷോപ്പ് തുടങ്ങിയ കോഴ്സുകൾ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ പരിപാടിയുടെ ഒരു രത്ന ചുരുക്കം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളെക്കുറിച്ച് അറിയാൻ മേലാത്തവർക്ക് ചെറിയൊരു ചിത്രം നൽകിയെന്നുള്ളൂ. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിലെ അധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ സൈറ്റിൻ്റെ ഈ കൂട്ടായ്മയുടെ ശില്പി ശ്രീ രതീഷിനെ ഈ കൂട്ടായ്മയുടെ പേരിൽ ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കുട്ടനാട് അമ്പലപ്പുഴ MLA-യും മുൻ മന്ത്രിയുമായ സഖാവ് ജി സുധാകരൻ അവர்களാണ്. അദ്ദേഹത്തെ ഞാൻ ഒരു വിശേഷണം നൽകേണ്ട കാര്യമില്ല. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച മന്ത്രിമാരിൽ ഒരാളാണ്. വ്യക്തിപരമായും എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്നതാണ്. പക്ഷെ ആ വ്യക്തിബന്ധത്തിനപ്പുറം ഒരു കേരളത്തിൽ ഇതര രാഷ്ട്രീയക്കാർക്ക് പോലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനെ അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ നമ്മളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് നമ്മളുടെ ഈ കൂട്ടായ്മയുടെ തന്നെ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഏതെങ്കിലും പദ്ധതികൾ ഉൾപ്പെടുത്തി ചെറുകിട യൂണിറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനായിട്ടുള്ള ഒരു നല്ലൊരു താല്പര്യം ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ ഊഷ്മളമായി ഏറെ ആദരവോടെ സ്വാഗതം ചെയ്തു. ഈ ധനസഹായ വിതരണം ഇവിടെ കൈമാറുന്നത് സുഹൃത്തിന്റെ സൗദി കൂട്ടത്തിന്റെ ലീഡറായിട്ടുള്ള ശ്രീ പ്രശാന്ത് കുട്ടനാണ്.
പ്രശാന്ത് കുട്ടനെയും നമ്മളുടെ കൂട്ടായ്മയിൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കുട്ടനെ വളരെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ കൂട്ടായ്മയിൽ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു മജീഷ്യൻ ഉണ്ട്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. പ്രൊഫഷണൽ മാജിക്കാരനാണ്. കഴിഞ്ഞ ഒട്ടേറെ സമയങ്ങളിൽ അദ്ദേഹം മീഡിയയിലൂടെ വളരെ ശ്രദ്ധേയമായിട്ടുണ്ട്. സമൂഹത്തിലെ എല്ലാത്തരം അഴിമതിക്കും അക്രമത്തിനും എതിരെയെല്ലാം അദ്ദേഹത്തിന്റെ ബോധവൽക്കരണ മാജിക് ക്ലാസ്സുകളും പ്രദർശനവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് പോലും BSനെ മാജീഷ്യനാക്കി എന്ന് പറഞ്ഞ് ചാനലിലൂടെയും പത്രത്തിലൂടെയും എല്ലാം നമ്മൾ കണ്ടതാണ്. BS തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ ആയിട്ട് അദ്ദേഹമാണ് മജീഷ്യൻ ഹാരിസ് താഹ. നമ്മളുടെ തിരുവനന്തപുരം കൂട്ടത്തിന്റെ ലീഡർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ സ്റ്റാമ്പ് നിർമ്മാണ യൂണിറ്റ് കൈമാറുന്നത് ശ്രീ സജിത്ത്, തിരുവനന്തപുരം യൂണിറ്റ് ലീഡറും സുഹൃത്തിലെ 1ാം നമ്പർ അംഗവുമായ സജിത്തും കൊല്ലം ലീഡറായിട്ടുള്ള നൂറുക്കയും ചേർന്നിട്ടാണ് അവരെ ഇരുവരെയും ഈ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആന്റണി ചേട്ടനെ പ്രത്യേകമായ ഒരു സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ആതിഥേയനും കൂടിയാണ്. ഒപ്പം ആലപ്പുഴ ജില്ലയുടെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു പ്രവർത്തകനും കൂടിയാണ്. ആന്റണി ചേട്ടനെയും ആന്റണി ചേട്ടന്റെ കുടുംബാംഗങ്ങളെയും ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ഇടുക്കി, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ എല്ലാ ജില്ലകളിൽ നിന്നും നമ്മളുടെ അംഗങ്ങളുണ്ട്. അദ്ദേഹത്തെയും ഒപ്പം CPMന്റെ ഏരിയ സെക്രട്ടറി ശ്രീ H. സലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ അടുത്ത അയൽവാസികളെയും എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്കും ഈ വേദിയിലേക്കും ഊഷ്മളമായി സ്വാഗതം ചെയ്തു നിർത്തുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഈ പരിപാടി ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഏവരെയും ഈ സമ്മേളനത്തിലേക്ക് ആലപ്പുഴ കൂട്ടത്തിന്റെ പേരിലും ഈ സമ്മേളന സ്വാഗത സംഘത്തിന്റെ പേരിലും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി. അടുത്തായിട്ട് നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് MLA ക്ഷണിച്ചോളുകയാണ്. പ്രിയങ്കരനായ അധ്യക്ഷൻ അഡ്മിൻ സുഹൃത്ത് .comന്റെ ഫലവാക്ക് ശ്രീ രതീഷ്, സ്വാഗതം പറഞ്ഞ ശ്രീ രാജ്കുമാർ, ധനസഹായം നൽകുന്ന ശ്രീ പ്രസാദ്, ശ്രീ മജീഷ്യൻ ഹാരിസ് താഗ, ശ്രീ സജിത്ത്, സഹായം സ്വീകരിക്കുന്ന ശ്രീ ആന്റണി, CPMന്റെ അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറിയും വിദ്യാർത്ഥി വിതരണ പ്രസ്ഥാനങ്ങൾ സംസ്ഥാന അഖിലേന്ത്യാ കമ്മിറ്റികൾ ഭാരവാഹിയായി പ്രവർത്തിച്ച ശ്രീ സലാം, .comന്റെ മറ്റ് പ്രവർത്തകർ, സ്നേഹമുള്ള വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ഈ .com ശ്രീ ആന്റണിക്ക്, നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലെ അംഗം കൂടിയായ സജീവ പ്രവർത്തകനായ ശ്രീ ആന്റണി കാക്കിരിയിൽ ആന്റണിക്ക് നൽകുന്ന ധനസഹായം എല്ലാം കൊണ്ടും ഉചിതമായിട്ടുള്ള ഒരു സഹായമാണ്. അർഹനായ ആളാണ് കിട്ടിയിട്ടുള്ളത്. അത് കൊടുക്കാൻ നിങ്ങൾക്ക് ഇത്രയും ധനം ശേഖരിക്കാൻ കഴിഞ്ഞുവെന്നുള്ളത് നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ്. വളരെ സന്തോഷത്തോടു കൂടി ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും, നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെയും അറിയിച്ചോളൂ. 50,000-ത്തിലധികം മലയാളി അംഗങ്ങൾ 3 വർഷത്തിലേറെയായി, അല്ലെങ്കിൽ 3 വർഷം മുമ്പ് ആരംഭിച്ച നിങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയിൽ ഉണ്ടെന്നറിയുന്ന സന്തോഷമുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും
നിങ്ങളുടെ കമ്മിറ്റികൾ നിലവിലുണ്ടെന്ന് കാണുന്നതിലും സന്തോഷമുള്ള സന്ദേശം. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സന്ദേശം ലോകം മുഴുവൻ വ്യാപിക്കാനുള്ള സംവിധാനമാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെയേറെ സാമൂഹിക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട്. ചികിത്സാ സഹായം, നേത്രദാന പദ്ധതി അടക്കം സാമൂഹിക പ്രാധാന്യമുള്ള ധാരാളം സോഷ്യൽ സർവീസസ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ആ പരിപാടിയിൽ ഇനിയും വ്യാപിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ആധുനിക വാർത്താവിനിമയ ആശയവിനിമയ സംവിധാനങ്ങളായ ഈ കമ്പ്യൂട്ടർ, അതുപോലെ ഇന്റർനെറ്റ്, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള ഇത്തരം സംവിധാനങ്ങൾ, അതുപോലെ ടെലിവിഷൻ തുടങ്ങിയ സംവിധാനങ്ങളുണ്ട്, റേഡിയോ മണ്ഡലങ്ങളുണ്ട്. അങ്ങനെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയും മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും മൊത്തം ലോകത്തിന്റെ ഉദ്ഗ്രഹണത്തിന് വേണ്ടിയും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഈ മേഖലകളെ ചില ആളുകളെങ്കിലും വളരെ ക്രിമിനലായിട്ടുള്ള, വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള സ്വാർത്ഥതയോടുകൂടി മനുഷ്യരാശിക്ക് ദ്രോഹം ചെയ്യുന്ന മെസ്സേജുകൾ പ്രചരിപ്പിക്കാനും ആശയവിനിമയം നടത്താനും ചില കടുങ്കൈകൾ ചെയ്യാനും ഒക്കെയായി പ്രയോജനപ്പെടുത്തുന്നത് ലോകത്തെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഭരണകൂടങ്ങളാക്കാൻ അസ്വസ്ഥരാണ്. പക്ഷെ അതിനെയെല്ലാം നിരുത്സാഹപ്പെടുത്തി അവരെയും തിരുത്തി നല്ല പ്രവർത്തനങ്ങൾക്ക് വ്യാപക അംഗീകാരം കിട്ടുന്നതോടുകൂടി മറ്റുള്ളവർ ഈ അനാവശ്യങ്ങളൊക്കെ നിർത്തി ഇതിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വിപ്ലവം വഴി ഉണ്ടായിരിക്കുന്ന ഈ ആശയ പ്രചരണ സംവിധാനങ്ങൾ പുരോഗമനപരവും ചൂഷണരഹിതവും മനുഷ്യത്വപരവുമായ പ്രവർത്തനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. ആ വഴിയിലുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് കൊണ്ട് ഭാരവാഹികളെ എല്ലാം ആശംസിച്ചുകൊണ്ട് ശ്രീ ആന്റണിക്ക് ഈ പണം ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ പ്രാരാബ്ദങ്ങൾക്ക് ഒരു ചെറിയ പരിഹാരം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഇവിടെ ആന്റണി ചേട്ടനുള്ള സഹായം കൈമാറുകയാണ്. ആന്റണി ചേട്ടനുള്ള സഹായം പ്രശാന്ത് കുട്ടനാണ് കൈമാറുന്നത്. ആ ചെക്ക് പ്രശാന്ത് കുട്ടന്റെ കയ്യിലേക്ക് MLA കൊടുത്തു. നമ്മുടെ പ്രവാസികളുടെ പ്രതിനിധിയായിട്ടാണ് ശ്രീ പ്രശാന്ത് കുട്ടൻ എത്തുന്നത്. അദ്ദേഹത്തിന് സ്റ്റാമ്പ് നിർമ്മിക്കാനുള്ള, സീല് നിർമ്മിക്കാനുള്ള സാമഗ്രികൾ ശ്രീ നൂർ ഊച്ചിറയും ശ്രീ സജിത് പ്രാഞ്ചേട്ടനും കൂടെ അദ്ദേഹത്തിന് കൈമാറുകയാണ്. എല്ലാവരും നിന്ന് ക്ലാപ്പ് ചെയ്ത് അനുഭവിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന് ആദ്യമായി ഒരു ഓർഡർ തന്നെ നമ്മുടെ MLA കൊടുത്തേക്കുകയാണ്. അദ്ദേഹത്തിന് MLA ഓഫീസിലേക്ക് ഒരു സീൽ. അപ്പൊ എന്തായാലും നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ നമ്മുടെ ബഹുമാന്യ രാജ് പറഞ്ഞതുപോലെ ബാക്കിയുള്ള കൂട്ടങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതൊക്കെ തന്നെയാണ്. നേരത്തെ പറഞ്ഞു മുല്ലപ്പെരിയാർ വിഷയം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇവിടുന്ന് ഞങ്ങളുടെ ഒരു സംഘം മുല്ലപ്പെരിയാറിലേക്ക് പോവുകയും അവിടെ ചപ്പാത്തിൽ വെച്ച് അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു.
അതിന്റെ കൂടെ തന്നെ ഈ വിനീതനായി ഞാൻ സെക്രട്ടേറിയറ്റ് പടിക്കൽ ശരശയിൽ കിടന്നുകൊണ്ട് മുല്ലപ്പെരിയാർ ജനതയ്ക്കുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. തുടർന്ന് നമുക്ക് കഴിയുന്ന ഒരു വിരലെങ്കിലും അനക്കുക. കാരണം ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദം അതാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിന് ഞങ്ങൾ കഴിയുന്ന എന്തിനും ഞങ്ങൾ ഉണ്ട്. അതുകൂടി പറയുന്നു. ആന്റണി ചേട്ടനുള്ള കൊടുക്കുന്ന ആദ്യത്തെ ഓണം എന്തായാലും ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്ന് നമുക്ക് ഏവർക്കും ഹൃദയം തന്നെ ആശംസിക്കാം. താങ്ക് യു സാർ, താങ്ക് യു.